ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ ഉള്ളി വഴറ്റാതെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഉള്ളി വഴറ്റാതെ തന്നെ നമുക്ക് തയ്യാറാക്കാം. ഉള്ളി വഴറ്റി സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1.5 കിലോ നാടൻ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് ഇതൊന്ന് പുരട്ടി 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായിട്ട് പുരട്ടി ഇനി നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചതയ്ക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പെരിഞ്ജീരകം ഇടാം. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുമ്പോൾ അതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. സവാള വഴറ്റാതെയാണ് ഞാൻ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണിത്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം പച്ചമണം മാറുന്നത് വരെ ഇളക്കിയാൽ മതിയാകും. ഇതിലേക്കൊരു 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ മാറി വന്നു. ഉള്ളി വഴറ്റാതെയാണ് ഞാൻ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങളിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി വച്ചിരുന്നതാണ്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് ഇനി നീളത്തിനരിഞ്ഞ 6-7 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടൊമാറ്റോ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി രമ്പയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേകാൻ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒന്നുകൂടി ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാനുള്ളത്. നമുക്കിതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നാടൻ കോഴി ആയതുകൊണ്ട് വേവുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ വെന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്, കുറുകി വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി ഇനി തുറന്നിട്ട് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി വന്നു. ഉള്ളി വഴറ്റി സമയം കളയാതെ നമുക്കിതുപോലെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കിയ
ഈ ചിക്കൻ കറി ഉള്ളി വഴറ്റാതെ തയ്യാറാക്കിയത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.